ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നന്ദിയുള്ളവരായിരിക്കുക. എന്തിനോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് എന്തൊക്കെയുണ്ട് ഈ പ്രപഞ്ചത്തിൽ? കയറിക്കിടക്കാൻ വീടുണ്ട്, ധരിക്കാൻ വസ്ത്രമുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്. ഇതെല്ലാം നമ്മളിൽ എത്തുന്നത് ഓരോ മാധ്യമങ്ങളിലൂടെയാണ്. അതായത് മനുഷ്യർ തന്നെയാണ് കൃഷി ചെയ്യുന്നതും വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ മറ്റേ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇത് എല്ലാം അങ്ങനെയാണ്. നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി പറയുക എന്ന് പറയുമ്പോൾ ഈ യൂണിവേഴ്സിൽ ഈ പറഞ്ഞ എല്ലാ സത്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതിന് നമ്മൾ യൂണിവേഴ്സിനോടൊരു ഒറ്റ നന്ദി പറഞ്ഞാൽ അത് ഈ പറയുന്ന ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ഓക്സിജനും മരങ്ങൾക്കും എല്ലാത്തിനും അത് കിട്ടുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മളതിൽ തൃപ്തി വരാതെ എനിക്കതില്ല, ഇതില്ല, മറ്റേതില്ല എന്ന് പറഞ്ഞ് നടക്കുന്നതിനേക്കാളും എനിക്കിത് തന്നതിൽ, എനിക്കിത് ചെയ്യാൻ സാധിക്കുന്നതിൽ, എനിക്ക് ഒരു വീഡിയോ എങ്കിലും പിടിക്കാൻ സാധിക്കുന്നതിൽ എനിക്ക് നന്ദിയുണ്ടല്ലോ എന്ന് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഓരോ കാര്യങ്ങൾ വന്നു ചേരുന്നത്. അപ്പോൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോട് അല്ലേ, പിന്നെ നമ്മളെ ബുദ്ധിമുട്ടിച്ചവരോട് നമുക്ക് നന്ദി വേണം. കാര്യം അവരിൽ നിന്ന് നമ്മളെന്താണ് പാഠങ്ങൾ പഠിക്കുകയാണ് ചെയ്തത്, അനുഭവങ്ങൾ പഠിക്കുകയാണ് ചെയ്തത്. സന്തോഷമുള്ള ആ ഒരു സംഭവങ്ങളിൽ നിന്ന് നമ്മൾ എന്താണ് സന്തോഷം നമുക്ക് കിട്ടി. അപ്പം നല്ല ഓർമ്മകളും ചീത്ത ഓർമ്മകൾക്കും ഒക്കെ നമ്മൾ നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. നന്ദിയുള്ളവർക്ക് ഒരിക്കലും മറ്റാരെയും പഴിക്കാൻ പറ്റത്തില്ല. കാര്യം അവരെല്ലാം ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ അക്സെപ്റ്റ് ചെയ്യുക എന്നതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി. അതായത് നല്ലതിനെയും ചീത്തതിനെയും അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ഭക്ഷണം എനിക്ക് ഇന്നത് തന്നെ കിട്ടിയാലേ ഞാൻ കഴിക്കുള്ളൂ, എനിക്ക് ഇന്ന സാധനം തന്നെ ഇപ്പോൾ വാങ്ങി കഴിക്കണം, അതില്ലാണ്ട് ഞാൻ കഴിക്കില്ല എന്നൊക്കെ ചില ആൾക്കാർ വിചാരിക്കാറുണ്ട്. വിശപ്പിന് വേണ്ടി എന്ത് കിട്ടിയാലും കഴിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വിശപ്പ് തീർക്കാനായിട്ട് എന്ത് കിട്ടിയാലും, അതായത് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന എന്ത് കിട്ടിയാലും, തൽക്കാലത്തേക്ക് നമുക്ക് വിശപ്പ് മാറാൻ എന്ത് കിട്ടുന്നു അത് കഴിക്കുക എന്നതാണ്. അത് വേറെ പല ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ആ ആഗ്രഹങ്ങളെ അവോയ്ഡ് ചെയ്ത് നിർത്തിയിട്ട് നമുക്ക് ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തുക. അതാണ് ഈ നന്ദിയുള്ളവർ ആയിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ദിവസവും നിമിഷങ്ങൾ തോറും, മിനിറ്റുകൾ തോറും, ഓരോ സെക്കൻഡിലും നമ്മൾ നമ്മുടെ ഉള്ളിലെ ആ ചൈതന്യത്തെപ്പറ്റി ചിന്തിച്ച് അതിനോട് നന്ദി പറഞ്ഞ്, ഇങ്ങനെയെങ്കിലും നീ എന്നെ കൊണ്ടുപോകുന്നുണ്ടല്ലോ എന്നുള്ള നന്ദി പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വരുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കഷ്ടപ്പാടുകളിൽ നിന്നും നമുക്ക് മുന്നേറാൻ ഒരു കരുത്ത് കിട്ടുകയുള്ളൂ. എനിക്ക് ശരിക്കും കരുത്ത് കിട്ടുന്നത് എൻ്റെ പ്രാർത്ഥനയിലൂടെയും എൻ്റെ മെഡിറ്റേഷനിലൂടെയും. പിന്നെ മെഡിസിൻ എടുക്കുന്നുണ്ടില്ല എന്നല്ല, പക്ഷേ മെഡിസിനൊക്കെ നമ്മൾ എത്രത്തോളം കഴിച്ചാലും ചില സമയത്ത് നമുക്ക് താങ്ങാൻ പറ്റാത്ത ദുഃഖങ്ങൾ വരും. ആ ദുഃഖങ്ങളൊക്കെ കടന്നു പോകാൻ നമുക്ക് കരുത്തുണ്ടാവണേ എന്ന് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ളത് അല്ലേ. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാനുള്ളത് ആ ഒരു സംഭവമാണ്. എന്ത് ദുരിതം വന്നാലും, എന്ത് കഷ്ടപ്പാട് വന്നാലും അതിൽ നിന്ന് നമ്മളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ അനുഗ്രഹിക്കണേ. അതല്ലാണ്ട് എനിക്കതില്ല, ഇതില്ല, മറ്റേതില്ല, നീ അത് തരണേ, ഇത് തരണേ, ഇതൊന്നും അല്ല വേണ്ടത്. ഭഗവാൻ അറിയാൻ നമുക്ക് എന്താ വേണ്ടതെന്ന്. എന്നാലും നമ്മൾ ചിലപ്പോൾ ചില അഫർമേഷൻസ് ഉള്ളിൽ കൊടുക്കും. നമ്മൾ ഉള്ളിൽ എന്താണോ കൊടുക്കുന്നത് അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ അത് ഭഗവാൻ നമുക്ക് തരും. അതല്ല നമുക്ക് അർഹതപ്പെട്ടതല്ലെങ്കിൽ തരില്ല. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് നമുക്ക് കിട്ടാൻ അർഹതയില്ലാത്തത് നമ്മൾ പിടിച്ച് വാങ്ങുവാണെങ്കിൽ അത് വെച്ച് നമ്മൾ കുറേ കഷ്ടപ്പാടും അനുഭവിക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ളതിൽ അറ്റ് പ്രസൻറ്റ് നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അതിൽ നിങ്ങൾ നന്ദി പറയുക, നന്ദി ഉള്ളിൽ വിചാരിക്കുക. എല്ലാവരോടും, ഈ സമസ്ത പ്രപഞ്ചത്തിനോടും, ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവാണുക്കളോടും, അവർക്കൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പങ്കുണ്ട്. എല്ലാ മൃഗങ്ങളോടും സസ്യങ്ങളോടും എല്ലാത്തിനോടും നമ്മൾ നന്ദി പറഞ്ഞ് മുന്നോട്ട് പോകാം. കാരണം ഇതൊരു ചെയിനാണ്, ഇതൊരു ചാക്രികമായ ഒരവസ്ഥയാണ്. പൈസ വരുന്നതും പോകുന്നതും, ഫുഡ് വരുന്നതും പോകുന്നതും ഇതെല്ലാം ഒരു ചാക്രികമായ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഡെയിലി ഒരു 2 സെക്കൻഡ്
കണ്ണടച്ച് ഒന്ന് പോസ് ചെയ്തിട്ട് ദൈവമേ എനിക്ക് ഈ തരുന്നതിനെല്ലാം ഞാൻ നന്ദിയുള്ളവളാണ് എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. അപ്പോൾ അറിയാം വരുന്ന മാറ്റങ്ങൾ.